ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കുട്ടിക്കഥയായിട്ടാണ്. ഞങ്ങളുടെ താരുവിൻ്റെ ഒരു ബർത്ത്ഡേ സ്റ്റോറി. ഇത്തവണ അവന് 3rd ബർത്ത്ഡേ ആണ്. ഹായ് എവരിവൺ, ഇറ്റ്സ് മീ അനഘ വിഷ്ണു. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തുടങ്ങല്ലേ. ട്രിവാൻഡ്രത്ത് മേനംകുളം സ്ഥിതി ചെയ്യുന്ന ബീച്ചസ് കഫേയിൽ വെച്ചാണ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത്. ഡെക്കറേഷൻസ് എല്ലാം അവരെ തന്നെയാണ് ഏൽപ്പിച്ചത്. ഒട്ടും അലങ്കാരമില്ലാതെ പറയട്ടെ, ബെസ്റ്റ് ചോയ്സ്. ഞാനും ഏട്ടനും പിന്നെ ഏട്ടൻ്റെ കസിൻസായ മോനും മീനുമാണ് ആദ്യം അവിടെ എത്തിയത്. അപ്പോഴേക്കും ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞിരുന്നു. കേക്കും കമ്പവും പിന്നെ കുറച്ച് ബലൂൺസൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നത്. കൊണ്ടുവന്ന ബലൂൺസ് വെച്ച് അവിടെ ഇവിടെയുള്ള ഗ്യാപ്സ് ഒക്കെ ഞങ്ങളങ്ങ് ഫില്ല് ചെയ്തു. അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കഴിഞ്ഞ് കുറച്ച് ടൈം ഫാമിലിയെ വെയിറ്റ് ചെയ്ത് നിന്നു. അവരുടെ കൂടെയാണ് താരു വരിക. അധികം വൈകാതെ അവരെത്തി. ഏട്ടൻ താരുവിനെ കൂട്ടി വന്നപ്പോൾ അവൻ്റെ മുഖത്തെ എക്സൈറ്റ്മെൻറ്റ് അത് പൊളിയായിരുന്നു. പിന്നെ പയ്യൻ ഫുൾ ഓൺ. ഡെക്കറേറ്റ് ചെയ്തിരുന്ന ഗോൾഡ് കളർ പേപ്പറൊക്കെ ഇളക്കി ഡാൻസ് ആയിരുന്നു. പിന്നെ അവനെ ചേച്ചിയുടെ കുട്ടികളായ കൃതിയെയും നിധുവിനെയും ഒക്കെ നിർത്തി ഫോട്ടോസ് എടുത്തു. 3 ടോഡ്ലേഴ്സ് ഒരുമിച്ചുണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന വാശിയും ബഹളമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ മൂത്ത ദിവനായതുകൊണ്ട് ചേട്ടൻ കളിക്കൊട്ട് കുറവുമില്ല. കേക്ക് കണ്ടപ്പോൾ മുതൽ ആശ നിലത്തൊന്നുമല്ല. അവൻ പെട്ടി തുറക്കാം, കേക്കൊക്കെ എടുത്ത് വെക്കാം എന്നൊക്കെ പറഞ്ഞ് ഏട്ടൻ്റെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കമ്പം സെറ്റ് ചെയ്തു. ശേഷം കേക്ക് മുറിക്കും. ഈ കമ്പം പ്ലാനിങ് ഏട്ടൻ്റെ ആട്ടോ. അതെനിക്കങ്ങ് ഇഷ്ടമായി. ബീച്ച് സൈഡ് ആയതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. മൊത്തത്തിൽ നല്ല ഓളുണ്ടായിരുന്നു. മുകളിൽ ചെന്നാണ് പൊട്ടിയതെങ്കിലും ചെറുതായിട്ടൊക്കെ അത് ദേഹത്ത് വീഴുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് പുറകോട്ട് മാറി നിന്നു. പിന്നെ കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ അവിടെ വിസിറ്റ് ചെയ്യാനെത്തിയ കുറച്ച് നോർത്ത് ഇന്ത്യൻസ് അവനെ വിഷ് ചെയ്തു. ഫോട്ടോസൊക്കെ എടുത്തു. ആദ്യം അവരുടെ അടുത്ത് ചെന്നില്ല. പിന്നെ ഏട്ടന് ഒപ്പം നിന്നപ്പോൾ ഹാപ്പിയായി. അവൻ ഇന്ന് ശരിക്കും കോളടിച്ചു എന്ന് തന്നെ പറയണം. എത്രയാ കേക്ക് കഴിച്ചത്. ഞങ്ങൾ സെലിബ്രേഷൻസിൻ്റെ ഇടയിലായിരുന്നപ്പോഴേക്കും അവർ ഫുഡൊക്കെ റെഡിയാക്കി. നല്ല ടേസ്റ്റി ആയിരുന്നു. എല്ലാം കഴിഞ്ഞ് കുറേ നേരം അവിടെ വെറുതെ ഇരുന്നു. ഞങ്ങളുടെ ഭാഗ്യത്തിന് ഇന്ന് ഫുൾ മൂണായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസിന് ഇത്രയെങ്കിലും ക്ലാരിറ്റി കിട്ടിയത്. കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചിരുന്നു. എത്ര ടൈം ഇവിടെ സ്പെൻഡ് ചെയ്താലും മതി വരില്ല. അത്ര മനോഹരം. തിരികെ പോകുമ്പോൾ ഏട്ടൻ്റെ കൈവിട്ട് അവൻ തിരിച്ചോടി. ആദ്യം ഞങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല. പിന്നെ ഞങ്ങൾ കണ്ടത് അവൻ്റെ അടിപൊളി പെർഫോമൻസാണ്. മുഖത്ത് ഈ ചിരിയാണ് ഞങ്ങൾക്ക് ലോകത്ത് എന്തിനേക്കാളും വലുത്. കുറേ നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് എല്ലാം എൻ്റെ ക്യാമറ കണ്ണുകൾ കണ്ടില്ല. ഇനിയുള്ള വീഡിയോസ് ബെറ്റർ ആക്കാം. അപ്പോൾ താങ്ക് യു എവരിവൺ. കീപ് വാച്ചിങ് മെനി മോർ കിഡ്ലൻ വീഡിയോസ് കുക്കിംഗ് ഫോർ യു.